أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. بسم الله الرحمن الرحيم. കാരുണ്യവാനും കരുണാമയനുമായ ദൈവത്തിന്റെ നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകത്വത്തെക്കുറിച്ചും അതിനെ തുടർന്ന് വരുന്ന ഖിലാഫത്തിനെ കുറിച്ചും ജമാഅത്തുൽ സഹീഹുൽ ഇസ്ലാമിൽപ്പെട്ട ഒരംഗം ഉന്നയിച്ച ചോദ്യവും പ്രസ്തുത ചോദ്യത്തിന് മാനവരാശിയുടെ പരിഷ്കരണത്തിനായി ഈ നൂറ്റാണ്ടിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് സി അയദുല്ലാഹു തആല ബിൻ നസീർ അസീസ് അവർകൾ നൽകിയ മറുപടിയും ഒപ്പം അതുമായി ബന്ധപ്പെട്ട് തന്റെ അനുചര വൃന്ദങ്ങൾക്കു നൽകിയ ഉപദേശത്തിന്റെയും മലയാള പരിഭാഷയാണിത്. ദൈവത്തിന്റെ പ്രവർത്തനങ്ങളും പദ്ധതികളും എപ്പോഴും തികഞ്ഞതും പരിപൂർണവും ആണ് എന്നത് നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കാതിരിക്കുക. നിങ്ങളത് സദാ ഓർത്തുകൊള്ളുക. ഒരു കാര്യത്തെ സംബന്ധിച്ച് ആളുകൾക്ക് അഥവാ ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. എന്നാൽ അതിനുള്ള കൃത്യമായ ഉത്തരം, അതിനുള്ള വ്യക്തമായ മറുപടി നമ്മുടെ ദൈവത്തിന്റെ പക്കലുണ്ട്. ചോദ്യകർത്താവിന്റെ ചോദ്യം ഇപ്രകാരമാണ്. അതായത് കൻസ അൽ ഉമ്മലിൽ വന്നിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ഖിലാഫത്ത് പിന്തുടരാത്ത ഒരു പ്രവാചകത്വവും ഉണ്ടായിട്ടില്ല. എന്നാൽ ബുഖാരിയിൽ വന്നിട്ടുള്ള മറ്റൊരു സുദീർഘമായ ഹദീസിൽ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർകൾ പറഞ്ഞതായി പരാമർശിക്കപ്പെടുന്നു, എനിക്ക് മുന്നിൽ രാഷ്ട്രങ്ങൾ അഥവാ ദേശങ്ങൾ കാണിക്കപ്പെട്ടു.
അഥവാ ദൃശ്യവൽക്കരിക്കപ്പെട്ടു. ഒന്നോ രണ്ടോ പ്രവാചകന്മാർ ഏതാനും അനുചരന്മാരുമായി കടന്നുപോകും. ഒരു പ്രവാചകൻ ആരുമില്ലാതെ, ഒരു അനുചരൻ പോലുമില്ലാതെ കടന്നുപോകും. അപ്പോൾ ഒരു പ്രവാചകന് അനുയായികൾ ഇല്ലെങ്കിൽ, അദ്ദേഹത്തിൽ ഈമാൻ കൊണ്ട ഒരു വ്യക്തി പോലും ഇല്ലെങ്കിൽ, അദ്ദേഹത്തിന്റെ ദേഹവിയോഗാനന്തരം എങ്ങനെയാണ് ഖിലാഫത്ത് രൂപാന്തരപ്പെടുക? തന്റെ അനുചരന്റെ ചോദ്യത്തിന് കാലഘട്ടത്തിന്റെ ഖലീഫത്തുള്ള അവർ നൽകിയ മറുപടി ഇപ്രകാരമാണ്. അതായത്, ഒരു പ്രവാചകന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് അനുചരന്മാർ ആരുമില്ലെങ്കിലും, അദ്ദേഹത്തിൽ ഈമാൻ കൊണ്ട ഒരു വ്യക്തി പോലും ഇല്ലെങ്കിലും, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും ദൗത്യങ്ങളെയും ദൈവം ഒരിക്കലും പാഴായി പോവാൻ അനുവദിക്കില്ല. അദ്ദേഹത്തിൽ ഈമാൻ കൊണ്ട ഒരു അനുചരൻ പോലും ഇല്ലെങ്കിലും, ആ പ്രവാചകന്റെ പ്രവർത്തനങ്ങളെയും ദൗത്യങ്ങളെയും പൂർത്തീകരിക്കുവാനും അവയെ വളർത്തിയെടുക്കുവാനും കഴിയുന്ന വിവിധ തരത്തിലുള്ള പ്രവാചകത്വങ്ങളുണ്ട് എന്നുള്ളത് ഓരോ മുസ്ലിമും ആദ്യമായി മനസ്സിലാക്കേണ്ടതാണ്. നിയമവാഹകനല്ലാത്ത ഒരാൾ വരികയും ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചെന്ന് വരാം. അവർക്കിടയിൽ ഒരു സാധാരണ വ്യക്തിയായി കഴിഞ്ഞെന്ന് വരാം. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, ദൈവത്തിന്റെ കാഴ്ചയിൽ അദ്ദേഹം ഒരു പ്രവാചകനായി കണക്കാക്കപ്പെടാം. ഇതും ഒരുതരം പ്രവാചകത്വമാണ്. അതായത് അത് ദൈവത്തോടുള്ള ഭക്തി, നീതി, സ്നേഹം, അവന്റെ തൗഹീദിനെ പ്രചരിപ്പിക്കൽ എന്നിവ കാരണം കരഗതമാകുന്ന സ്ഥാനാരോഹണമാണ്. അതായത് ദൈവത്തിന് മാത്രം അറിയാവുന്നതും എന്നാൽ ദൈവം മനുഷ്യരിൽ നിന്നും മറച്ചുവച്ചതുമായ ഒരു പ്രവാചകത്വമാണ്. സാക്ഷാൽ ദൈവം മാത്രം അറിഞ്ഞതും ദൈവം പരസ്യപ്പെടുത്താതെ ആവരണമാക്കി വച്ചതുമായ ഒരു സമുന്നതമായ പദവിയാണ്. അതിനാൽ ഇത്തരത്തിലുള്ള പ്രവാചകന്മാരെ സാധാരണയായി ജനങ്ങൾക്കറിയില്ല. പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അദ്ദേഹം ഒരു പ്രവാചകന്റെ പദവി വഹിക്കുന്നു. അതിനാൽ അദ്ദേഹത്തിന് ഒരു അനുചരൻ പോലും ഇല്ലെങ്കിലും ദൈവം അദ്ദേഹത്തെ തന്റെ പ്രിയപ്പെട്ടവനായി കണക്കാക്കുന്നു, നിലനിർത്തുന്നു എന്നതാണ്. ഈ ലോകത്തേക്ക് കടന്നു വന്ന 1,24,000 പരം പ്രവാചകന്മാരിൽ അവരിൽ പലരും ഇത്തരത്തിലുള്ള പ്രവാചകന്മാരായിരുന്നു, ഇത്തരത്തിലുള്ള ദൂതന്മാരായിരുന്നു. തന്നെയുമല്ല, ചിലരെ അല്ലാഹു തആല ഔദ്യോഗികമായി പ്രവാചകന്മാരായി ഉയർത്തപ്പെട്ടിട്ടും, അതായത് അവർ പ്രവാചകവാദം പുറപ്പെടുവിച്ചിട്ടും തങ്ങളുടെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് തങ്ങൾ പ്രവാചകന്മാരാണെന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ അവർ പ്രഖ്യാപിക്കപ്പെട്ടിട്ടും ഒരു അനുചരനെ പോലും, ഒരു ശിഷ്യനെ പോലും ലഭിക്കാത്ത പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ചിലരെ ലഭിച്ചെങ്കിലും തുടർന്ന് ആ അനുചരന്മാർ, ആ സഹാബാക്കൾ അദ്ദേഹത്തെ വിട്ടുപോവുകയും ഒടുവിൽ അദ്ദേഹം തന്റെ ദൗത്യങ്ങളും പ്രവർത്തനങ്ങളും ഒറ്റയ്ക്ക് ആരുടെയും സഹായമില്ലാതെ ഏകനായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈസാ നബി അലൈഹിസ്സലാം അവരുടെ ഉദാഹരണമെടുത്താൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് ഇന്ന് ലോകത്ത് രണ്ട് വിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. രണ്ട് തര ചിത്രീകരണങ്ങൾ നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കാണാവുന്നതാണ്. ഒരുപുറം അത് ക്രിസ്ത്യാനികൾക്കറിയാം, അദ്ദേഹം
33 വർഷക്കാലം ജീവിച്ചിരുന്നു എന്നും അനന്തരം അദ്ദേഹം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു എന്നും അദ്ദേഹത്തിൽ ഈമാൻ കൊണ്ട കേവലം 12 അനുചരന്മാർ മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ എന്നും കാണാം. തുടർന്ന് അദ്ദേഹത്തിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് അതിൽ ഒരാൾ കപടവിശ്വാസിയും ദ്രോഹിയുമായി തീർന്നതായി ആ ചിത്രീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മറുപുറം നോക്കിയാൽ അദ്ദേഹം 100 വർഷത്തിലേറെ ജീവിച്ചിരുന്നു എന്നും ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ കാശ്മീരിലേക്ക് ഒരു സുദീർഘമായ യാത്ര നടത്തിയെന്നും അവിടെ ചിതറിക്കിടന്നിരുന്ന ഇസ്രയേൽ നിന്നും കാണാതെ പോയ ഗോത്രങ്ങളെ കണ്ടെത്തുകയും അവർക്ക് ദൈവത്തിൽ നിന്നുള്ള സുവിശേഷം അറിയിക്കുകയും ചെയ്തു എന്നതുമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ യാഥാർത്ഥ്യ കഥ. അപ്പോൾ ക്രൈസ്തവ ദൈവശാസ്ത്ര വീക്ഷണപ്രകാരം അവരുടേതായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് കേവലം 11 ആത്മാർത്ഥമായ ശിഷ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അദ്ദേഹത്തിന്റെ അനുചരന്മാരുടെ യഥാർത്ഥ എണ്ണത്തെക്കുറിച്ചുള്ള സത്യം, പ്രത്യേകിച്ചും അദ്ദേഹം കാശ്മീരിൽ എത്തുന്നതുവരെ നിരവധി രാജ്യങ്ങളിലൂടെയുള്ള നിരവധി ദേശങ്ങളിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം അദ്ദേഹത്തിന് എത്ര അനുയായികൾ ഉണ്ടായിരുന്നു എന്ന വസ്തുത, എന്ന പരമാർത്ഥം, എന്ന സത്യം അള്ളാഹുവിന്റെ പക്കൽ മാത്രമാണുള്ളത്. അപ്പോൾ ജനങ്ങൾ സത്യങ്ങളായി കാണുന്ന, ആളുകൾ വസ്തുതയായി കണക്കാക്കിയിരിക്കുന്ന സത്യങ്ങളുടെ നിരവധി പതിപ്പുകൾ, അതായത് സത്യങ്ങളുടെ നിരവധി ചിത്രീകരണങ്ങൾ ഉണ്ടെന്ന് നാം കാണുന്നു. എന്നിരുന്നാലും വാസ്തവത്തിൽ സത്യം തികച്ചും മറ്റൊന്ന് തന്നെയാണ്. അനുചരന്മാരില്ലാത്ത പ്രവാചകന്മാരുണ്ടെന്ന് തനിക്ക് കാണിക്കപ്പെട്ടു, അഥവാ തനിക്ക് ദൃശ്യവൽക്കരിക്കപ്പെട്ടു എന്ന നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർകൾ പരാമർശിച്ച സന്ദർഭത്തിൽ ആ ദൃശ്യവൽക്കരണത്തിൽ കണ്ട പ്രസ്തുത പ്രവാചകൻ തന്റെ ജനങ്ങൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ ലോകത്തിനു മുന്നിൽ ഒരു പ്രവാചകനായി അറിയപ്പെട്ടിരുന്നില്ലെങ്കിലും ദൈവം അല്ലാഹു തആല ഒരാളെ ഉയർത്തുന്ന സവിശേഷമായ പ്രവാചക പദവിയെയാണ് അത് സൂചിപ്പിക്കുന്നത്. അത്തരം പ്രവാചകത്വം നമുക്കറിയാവുന്ന ഖിലാഫത്ത് അഥവാ ഖലീഫമാർ ഇല്ലാത്തതാണ്. അത്തരം പ്രവാചകന്മാരുടെ പിൻഗാമികൾ അവരെപ്പോലെ തന്നെ പദവിയിലും അന്തസ്സിലും അല്ലാഹു പ്രവാചകന്മാരായി ഉയർത്തിയവരാണ്. അവർ ഒരു നിയമവും കൊണ്ടുവന്നവരുമല്ല, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു പ്രവാചകൻ കൊണ്ടുവന്ന പ്രമാണമനുസരിച്ച് വന്നവരുമല്ല. എന്നാൽ ആ പ്രവാചകന്മാർ മറ്റൊരു പ്രവാചകന്റെ ആത്മാർത്ഥമായ അനുയായികളാണ്, ആത്മാർത്ഥമായ വിശ്വാസിയാണ്, ഉറച്ച ദൃഢമായ സഹാബിയാണ്. പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഒരു പ്രവാചകനായി അറിയപ്പെടുന്നില്ല എന്ന് മാത്രമാണ്. രണ്ടാമതായി, ദൈവീക സന്ദേശം അവരുടെ രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ എല്ലാ ജനതയിലേക്കും പ്രചരിപ്പിക്കുവാനായി ഔദ്യോഗികമായി വരുന്ന പ്രവാചകന്മാരുമുണ്ട്. അത് മുൻകാല പ്രവാചകന്മാരെ കുറിച്ച് മാത്രമല്ല, ഭാവിയിലും അത്തരം പ്രവാചകന്മാർ ഉണ്ടായേക്കാം. ഞാനിവിടെ പൊതുവായിട്ടാണ് സംസാരിക്കുന്നത്. പ്രവാചക ശിരോമണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് ശേഷം വരുന്ന അത്തരം പ്രവാചകന്മാർക്ക് ചിലപ്പോൾ ഒരു അനുചരനെ പോലും ലഭിച്ചെന്ന് വരില്ല. അങ്ങനെയായാൽ തന്നെയും
അത് ഒരു പ്രവാചകൻ എന്ന നിലയിൽ അവരുടെ പദവിയെ ഒരു തരത്തിലും കുറയ്ക്കുന്നതുമല്ല. ആ പദവിക്ക് ഒരു തരത്തിലും കോട്ടം തട്ടുന്നതുമല്ല. എന്നാൽ അവർക്ക് ശേഷമുള്ള, അവരുടെ മരണത്തിന് ശേഷമുള്ള ഖിലാഫത്തിന്റെ കാര്യം എടുക്കുമ്പോൾ, അതായത് ഒരു പ്രവാചകന്റെ മരണം ആസന്നമാകുമ്പോഴെല്ലാം, ഒരു പ്രവാചകന്റെ മരണം അടുക്കുമ്പോഴെല്ലാം സർവശക്തനായ ദൈവം അവന്റെ അനന്തമായ ജ്ഞാനത്താൽ ആരെയെങ്കിലും ഒരാളെ, ഏതെങ്കിലും ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ ഇതിനോടകം തന്നെ അവൻ പദ്ധതിയിട്ടിട്ടുണ്ടാകും എന്നത് നിങ്ങൾ മറക്കരുത്, നിങ്ങൾ സദാ ഓർത്തുകൊള്ളുക. ദൈവം എപ്പോഴും തന്റെ പ്രവാചകന്മാരെ, തന്റെ ദൂതന്മാരെ സത്യം സ്വീകരിക്കുന്ന ജനങ്ങൾ ഉള്ള പ്രദേശത്തേക്കാണ് നയിക്കുന്നത്. അവർ ജീവിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അവരുടെ ജീവിതകാലം മുഴുവൻ അവരുടെ സന്ദേശങ്ങൾ കേൾക്കുവാനും വിശ്വസിക്കുവാനും അവർക്ക് ഒരു അനുയായിയെയും ലഭിച്ചില്ലെങ്കിലും, അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ ആരും തന്നെ അദ്ദേഹത്തെ അനുഗമിച്ചില്ലെങ്കിലും, ആരും തന്നെ അദ്ദേഹത്തിൽ ഈമാൻ കൊണ്ടില്ലെങ്കിലും, ഒടുവിൽ തന്റെ ആത്മാർത്ഥ ദാസന്മാരുള്ള അത്തരമൊരു സ്ഥലത്തേക്ക്, അത്തരമൊരു പ്രദേശത്തേക്ക് അല്ലാഹുതആല അവരെ നയിക്കും. ഒടുവിൽ അദ്ദേഹത്തിന്റെ ജീവിത അവസാന ഘട്ടത്തിൽ, അവസാന നേരത്തെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം അദ്ദേഹത്തിൽ വിശ്വസിക്കുവാൻ അവൻ തന്റെ അവിടെയുള്ള യഥാർത്ഥ ദാസന്മാരെ പ്രചോദിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു എന്നതാണ്. ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്ന വിഡ്ഢികളാലും മണ്ടന്മാരാലും മാത്രം നിറഞ്ഞതല്ല ഈ ലോകം എന്നത് ഓർത്തുകൊള്ളുക. ഒരു പ്രവാചകന്റെ ജന്മനാട്ടിൽ ആരും അദ്ദേഹത്തെ വിശ്വസിച്ചില്ലെന്ന് വരാം. എല്ലാവരും അദ്ദേഹത്തെ തിരസ്കരിച്ചെന്ന് വരാം. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിത അവസാനത്തിൽ സർവശക്തനായ ദൈവം അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്തേക്ക് ആനയിക്കുന്നു എന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ, അവസാന നാളുകളിൽ അദ്ദേഹത്തിന്റെ ദൗത്യം അവിടെ പൂവണിയുമെന്ന് അദ്ദേഹം അറിയുന്നു. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിനു ശേഷം അദ്ദേഹത്തിന്റെ സത്യതയെ തിരിച്ചറിയുവാൻ അവിടെയുള്ള ജനഹൃദയങ്ങളെ, ശുദ്ധഹൃദയങ്ങളെ അവൻ പ്രേരിപ്പിക്കുന്നു, പ്രചോദിപ്പിക്കുന്നു എന്നതാണ്. ചുരുക്കത്തിൽ ഖിലാഫത്ത് പിന്തുടരുന്ന പ്രവാചകത്വം എന്നത് ദൈവത്തിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. ഈ വിഷയത്തെക്കുറിച്ച് എന്റെ വിവിധ പ്രഭാഷണങ്ങളിൽ ഞാൻ വിശദീകരിച്ചതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള ഖിലാഫത്ത് ഉണ്ട്. ഒരു പ്രവാചകൻ പ്രവാചകനുമാകാം, ഖലീഫയുമാകാം, നേരെ തിരിച്ചുമാകാം. എന്നാൽ അത്തരം പ്രവാചകന്മാർക്ക് എല്ലാ പ്രവാചകന്മാരെ പോലെയും റൂഹുൽ ഖുദൂസിന്റെ അഥവാ പരിശുദ്ധ ആത്മാവിന്റെ മുദ്രയുണ്ട്. അത് ജനങ്ങളാൽ അറിയപ്പെടാത്ത പ്രവാചകനായാലും അള്ളാഹുവും അവന്റെ മലക്കുകളും മാത്രം അറിയുന്ന പ്രവാചകനായാലും അവർക്കും റൂഹുൽ ഖുദൂസിന്റെ അഥവാ പരിശുദ്ധാത്മാവിന്റെ സഹായമുണ്ട്, പിന്തുണയുണ്ട്. അവർ ദൈവിക വെളിപാടുകളാലും ദൈവത്തിന്റെ സാമീപ്യത്താലും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതായത് സർവശക്തനായ ദൈവം ഒരാളോട് പ്രവാചകനായി പ്രഖ്യാപിക്കുവാൻ അഥവാ വാദിക്കുവാൻ കൽപ്പിച്ചാൽ അത് ജനങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും, അത് ആളുകൾ അംഗീകരിച്ചാലും
ഇല്ലെങ്കിലും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം താൻ ദൈവനിയോഗിതനായ പ്രവാചകനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുക അഥവാ വാദിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ബാധ്യതയും കടമയുമാണ്. എന്നാൽ ദൈവത്തിൽ നിന്നും ഒരു വെളിപാടും അദ്ദേഹത്തിന് ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രവാചകനല്ല. എന്നിട്ടും അദ്ദേഹം ഒരു പ്രവാചകനോ അള്ളാഹുവിന്റെ അഥവാ ദൈവത്തിന്റെ ദൂതനോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ഒരു പരിഷ്കർത്താവോ ആണെന്ന് ജനങ്ങൾ കരുതട്ടെ എന്ന് വിചാരിച്ചാൽ ഈ പാപം അദ്ദേഹത്തെ തകർത്തുകളയുകയും നരകത്തിന്റെ അഗാധമായ ഗർത്തങ്ങളിൽ അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ അൻ-നഹ്ലിൽ 117 വചനത്തിൽ ഇപ്രകാരം പറയുന്നതായി നാം കാണുന്നു. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ് ലാ യുഫ്ലിഹൂൻ. ദൈവത്തിന്റെ മേൽ അസത്യം കെട്ടിച്ചമയ്ക്കുന്നവർ ഒരിക്കലും വിജയികൾ ആവുകയില്ല തന്നെ. ഈ മറുപടി നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിയാണ് ഏറ്റവും ഉയർന്നതും നല്ലതുമായ പദ്ധതി. ഒരു പ്രവാചകന്റെ ദേഹവിയോഗത്തിനു ശേഷം, അതായത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലൂടെ ആർജിക്കുവാനാകുന്ന അനുഗ്രഹങ്ങൾ ജനങ്ങൾ നഷ്ടപ്പെടുത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ മരണാനന്തരം, അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം ദൈവം ആരെയാണ് ഉയർത്തുന്നതെന്നും അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ജനഹൃദയങ്ങളെ അവൻ എങ്ങനെയാണ് പ്രാപ്തമാക്കുന്നതെന്നും അവന് മാത്രമേ നന്നായി അറിയാം. ദൈവത്തിന്റെ ഒരു പ്രവാചകൻ മരണമടയുമ്പോൾ ശൈത്താൻ തന്റെ പ്രവൃത്തികൾ ആരംഭിക്കും. അദ്ദേഹത്തിന്റെ സത്യതയെ തിരിച്ചറിയുവാൻ ജനങ്ങളെ അവൻ പ്രേരിപ്പിക്കുവാനും പ്രചോദിപ്പിക്കുവാനും തുടങ്ങും. അതായത് പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ ശൈത്താൻ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുകയും നിരസിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അദ്ദേഹം വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിന്റെ സത്യതയെ തിരിച്ചറിയുവാനായി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിരുന്നു എന്ന കാര്യം ഈ തരുണത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അതായത് ദൈവത്തിന്റെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും അദ്ദേഹത്തിനെതിരിൽ ജനഹൃദയങ്ങളെ പ്രചോദിപ്പിച്ചു, പ്രേരിപ്പിച്ചു, അവരെ വഴിപിഴപ്പിച്ചു, അവരെ നാശത്തിലേക്ക് കൊണ്ടെത്തിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം, അതായത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലൂടെയും സന്ദേശത്തിലൂടെയും ലഭിക്കേണ്ട അനുഗ്രഹങ്ങളൊക്കെ ജനങ്ങൾ നഷ്ടപ്പെടുത്തിയതിനു ശേഷം ശൈത്താൻ ആ ഹൃദയങ്ങളെ അദ്ദേഹത്തിൽ വിശ്വസിക്കുവാനായി പ്രചോദിപ്പിക്കുവാനും പ്രേരിപ്പിക്കുവാനും തുടങ്ങുന്നു. എന്നാൽ സർവശക്തനായ ദൈവവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, തുലനം ചെയ്യുമ്പോൾ ശൈത്താന്റെ പ്രവൃത്തികൾ തികച്ചും തിന്മയാണ്. അതായത് ശൈത്താൻ ജനങ്ങളെ ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നതിലേക്ക് മാത്രമല്ല, അവരെ ദൈവങ്ങളായി സ്വീകരിക്കുന്നതിലേക്കും ദൈവത്തിനോടൊപ്പം തന്നെ ആരാധനയിൽ അവരെയും പങ്കാളികളാക്കുന്നതിലേക്കും നയിക്കുന്നു എന്നതാണ്. അങ്ങനെ ജനങ്ങൾ പ്രവാചകന്മാരെ വിഗ്രഹങ്ങളായി, തങ്ങളുടെ
ആരാധന വസ്തുവായി എടുക്കുകയും ദൈവത്തിനു പകരം അവരോട് അർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനാൽ ശൈത്താനിക വഞ്ചനയിൽ അകപ്പെടാതെ എപ്പോഴും നേരായ പാതയിൽ ഉറച്ചിരിക്കുവാനും മികച്ച രീതിയിൽ സ്വയം നവീകരിക്കുവാനും യഥാർത്ഥ ഇസ്ലാമിനെ നിങ്ങളിൽ പ്രതിഫലിപ്പിക്കുവാനും എനിക്ക് ശേഷം നിങ്ങളെ ഖിലാഫത്തിന് യോഗ്യരാക്കുവാനും അല്ലാഹു എന്റെ എല്ലാ അനുചരന്മാർക്കും വിശ്വാസവും സന്മാർഗവും ഭയഭക്തിയും ബുദ്ധിശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ആമീൻ.